പൂക്കൾ വിടരും വാനിൽ, വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ, താരക രാജകുമാരിയോടൊത്തന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ, അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗീയ മാലാഖമാരുടെ സന്ദേശം പാടിയ പാട്ടിൻ്റെ വരികളാണ് ഞാൻ ഇവിടെ പറഞ്ഞു കേട്ടത്. തിരുപ്പിറവിയുടെ ആഘോഷത്തിൻ്റെ അലകൾ എങ്ങും ധ്വനിക്കുന്നുണ്ട്. നക്ഷത്രക്കൂട്ടങ്ങളും അതുപോലെ തന്നെ പുൽക്കൂടുകളുമൊക്കെ ഒരുക്കി ശ്രീയേശുവിൻ്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുന്ന വേളയിൽ കേവലം ആഘോഷങ്ങൾക്കപ്പുറമായിട്ട് യേശുവിൻ്റെ ജനനത്തിൻ്റെ സന്ദേശം അത് മനുഷ്യൻ്റെ സന്ദേശമല്ല, പ്രത്യുത അത് സ്വർഗത്തിൻ്റെ സന്ദേശമാണ്, മാലാഖമാരുടെ സന്ദേശമാണ്. ഇത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ സന്ദേശമല്ല, ഏതെങ്കിലും ഒരു വർഗത്തിന് വേണ്ടിയിട്ടുള്ള സന്ദേശമല്ല. ഇത് സർവ്വലോകത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ്. അതുകൊണ്ടാണ് ജാതിമത ഭേദമന്യേ ഏവരും തിരുപ്പിറവിയെ ആഘോഷിക്കുന്നത്. കരോൾ ഗാനങ്ങളിലൂടെ നാം കേട്ട സന്ദേശവും അതുതന്നെയാണ്. മഞ്ഞിൻ്റെ കുളിർമ ഉള്ള ഈ ഡിസംബറിൽ എങ്ങും ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളും അതിൻ്റെ അനുഭൂതികളുമാണ് നമുക്ക് കാണുവാനുള്ളത്. വിദ്യാർത്ഥി സമൂഹം എന്നുള്ള നിലയിൽ ഈ തിരുപ്പിറവിയുടെ ആഘോഷം അതിൻ്റെ സന്ദേശം അതിൻ്റെ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് നിങ്ങൾക്കിടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇതെന്തുകൊണ്ട് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം? എന്തുകൊണ്ട് ഇത് ലോകത്തിലെ സകലർക്കും സമാധാനത്തിൻ്റെ ഒരു സന്ദേശമായിട്ട് തീർന്നിരിക്കുന്നു? അതിന് കാരണം എന്ന് പറയുന്നത് ഇത് കേവലം ഒരു യാദൃച്ഛിക പിറവിയല്ല, പിന്നെയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത ഒരു സന്ദേശത്തിൻ്റെ പരിസമാപ്തി കൂടെയാണ്. മാത്രമല്ല, യേശുവിന് ജന്മം നൽകുവാനായിട്ട് ഒരിടം ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സ്വർഗത്തിലെ ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക് പിറക്കുമ്പോൾ ഒരുപക്ഷെ ഒരു കൊട്ടാരം തിരഞ്ഞെടുത്തേക്കാം, അല്ലെങ്കിൽ സകല സൗകര്യമുള്ള ഒരു ഭവനം അവർക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. എന്നാൽ അവിടെയെങ്ങും ഇടമുണ്ടായില്ല. അവിടെ യാത്രാമധ്യേ വഴിയമ്പലക്കാരോട് അവർ തിരക്കി, ഞങ്ങൾക്കൊരിടം തരുമോ, ഞങ്ങൾക്കൊരിടം തരുമോ? എന്നാൽ അവിടെയും അവർക്ക് ഇടമുണ്ടായിരുന്നില്ല. ബൈബിൾ പറയുന്നത് യേശു പിറന്നത് വഴിയരികിൽ എവിടെയോ ആണ്, എന്നാൽ കിടത്തപ്പെട്ടത് ഒരു ഗോശാലയിലാണ്, ഒരു പുൽത്തൊഴുത്തിലാണ്. ഇത് വലിയൊരു സന്ദേശമാണ് കൈമാറുന്നത്. ദൈവപുത്രന് പിറക്കുവാനായിട്ട് ഭൂമിയിൽ ഇടമുണ്ടോ? ഈ സമയത്ത് മണ്ണിൽ തലചായ്പാൻ ഇടമില്ലാത്തവരുടെ ഒരു സഖിയായിട്ടാണ് യേശു പിറന്നത്. ഇതിൻ്റെ സന്ദേശം ആദ്യമായിട്ട് ലഭിക്കുന്നത് ആട്ടിടയന്മാർക്കാണ്. ആട്ടിടയന്മാർ വെളിമ്പ്രദേശത്ത് ആടുകളെ മേയിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സാധുക്കളായ അവർക്കാണ് ഈ സന്ദേശം കൈമാറുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വർഗീയ സന്ദേശത്തിൻ്റെ വലിപ്പവും അതിൻ്റെ തികവും നാം മനസ്സിലാക്കേണ്ടത് ഇത് ദരിദ്രരോടുള്ള ഒരു സദ്വർത്തമാനമാണ്, ദരിദ്രരോടുള്ള ഒരു സന്ദേശമാണ്. അങ്ങനെയാണെങ്കിൽ പണമുള്ളവർക്കും പണമില്ലാത്തവർക്കും ഒരുപോലെ പ്രാപ്യമായ ഒരു സന്ദേശമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നത്. ഇന്ന് ലോകത്തിൽ ഉച്ചനീചത്വങ്ങൾ പല തട്ടുകളിൽ പല തലങ്ങളിൽ നാം കാണുമ്പോൾ അതിനെയെല്ലാം ഏകീകരിക്കുന്ന ഒരു സന്ദേശമാണ് ക്രിസ്തുവിന് നൽകുവാനുള്ളത്. രാജാക്കന്മാരും വിദ്വാൻമാരും ഇടയന്മാരും സമ്മേളിക്കുന്ന ഇടമാണ് യേശുവിൻ്റെ ജനനസ്ഥലം എന്ന് പറയുന്നത്. ഇന്ന് നാം നക്ഷത്രങ്ങൾ തൂക്കി ക്രിസ്മസിനെ ഓർക്കുമ്പോൾ അന്ധകാരം നിറഞ്ഞ ഈ ഭൂമിയിൽ വെളിച്ചത്തിൻ്റെ ഒരു തിരുനാളവുമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്ന ഒരു സന്ദേശമാണ് ഇത്. എന്താണ് ആ വെളിച്ചം? ആ വെളിച്ചം എങ്ങനെയാണ് നമ്മിൽ ഓരോരുത്തർക്കും ലഭ്യമായി തീരുന്നത്? ഇതേ യേശു കർത്താവ് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നാൽ 33.5 വർഷം കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രവൃത്തികളും അവൻ്റെ ചെയ്തികളും അവൻ്റെ നല്ല പ്രവൃത്തികളുമൊക്കെ സമൂഹത്തിന് നന്മ മാത്രമേ അവൻ ചെയ്തിരുന്നുള്ളൂ. അവനിൽ യാതൊരു കുറ്റവും ഇല്ലാതിരുന്നിട്ടും അവന് ലഭിച്ച മരണം എന്ന് പറയുന്നത് ക്രൂശിലെ മരണമാണ്. കാൽവറി മലയുടെ മുകളിൽ ഉയർത്തപ്പെട്ട കുരിശിൽ തലയിൽ മുൾക്കിരീടവും കൈകാലുകൾ ആണികളാൽ തറയ്ക്കപ്പെട്ട ഒരു ക്രൂശിതനായ യേശുവിൻ്റെ രൂപം അത് നമുക്ക് മറക്കുവാനായിട്ട് സാധ്യമല്ല. എങ്ങനെയാണ് ലോകത്തിന് സമാധാനം ഉണ്ടാകുന്നത്? യേശുവിൻ്റെ ജനനം സമാധാനത്തിൻ്റെ സന്ദേശമായിരുന്നെങ്കിൽ അതിൻ്റെ പൂർത്തീകരണമാണ്
യേശുവിൻ്റെ മരണത്തിലൂടെ സംഭവിക്കുന്നത്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. യേശുവിൻ്റെ ക്രൂശിലെ ഒരു പ്രാർത്ഥനയാണ്, ഇവരോട് ക്ഷമിക്കണം. ഇന്ന് ഈ ലോകത്തിൽ നടമാടുന്ന എല്ലാ തിന്മകളുടെയും മുമ്പാകെ ദൈവത്തിന് നൽകുവാനുള്ള ഒരു സന്ദേശം ക്ഷമയുടെ സന്ദേശമാണ്. ഇവരോട് ക്ഷമിക്കണമേ, ഇവരോട് ക്ഷമിക്കണമേ. അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ മനുഷ്യൻ്റെ ദുഷ്ചെയ്തികളുടെ അല്ലെങ്കിൽ പാപപ്രവർത്തികളുടെ പരിഹാരത്തിന് വേണ്ടി ആ ചെയ്തികൾ മുഴുവൻ സ്വന്തം തോളിലേറ്റിക്കൊണ്ട് ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ അവന് ലോകത്തിന് നൽകുവാനുള്ള സന്ദേശം ക്ഷമയുടെ സന്ദേശമാണ്. നാം അറിയാതെ ചെയ്യുകയാണ്, അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതും ഉണ്ടാകാം. എന്നാൽ ലോകത്തിലെ സകല മനുഷ്യർക്കും ക്ഷമ നൽകുന്ന ഒരു സന്ദേശമാണ് ക്രൂശിലെ സന്ദേശം. അവൻ മരിച്ചു അടക്കപ്പെട്ടു എങ്കിൽ തന്നെയും അവിടെ അവസാനിച്ചില്ലല്ലോ. മൂന്നാമത്തെ ദിവസമുണ്ട്, മൂന്നാമത്തെ ഒരു നാളുണ്ട്. പ്രഭാതത്തിൽ അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇന്ന് അവൻ ജയാളിയായി ജീവിക്കുന്നു. കേവലം മരണം കൊണ്ട് അസ്തമിച്ച ഒരു യേശുവിനെ ആഘോഷിക്കുന്നതിൽ അർത്ഥമില്ല. എന്തുകൊണ്ട് തിരുപ്പിറവി ആഘോഷ അനുഭവമായി തീരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു വിജയത്തിൻ്റെ സന്ദേശമാണ്, ഇതൊരു ഉയർപ്പിൻ്റെ സന്ദേശം കൂടെയാണ്, മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശം കൂടെയാണ്, മനുഷ്യർക്ക് സമാധാനം നൽകുന്ന ഒരു സന്ദേശം കൂടെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ വെളിച്ചം എങ്ങനെ നമ്മിലേക്ക് വ്യാപരിക്കാൻ സാധിക്കും? ഉയർത്തിക്കെട്ടിയ നക്ഷത്ര ആ മേടയുടെ മുകളിൽ നിന്ന് പ്രകാശിക്കുന്ന നക്ഷത്രത്തിൻ്റെ ശോഭ, അല്ലെങ്കിൽ വാനിൽ തിളങ്ങുന്ന വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രത്തിൻ്റെ ശോഭ എങ്ങനെ ഹൃദയത്തിലേക്ക് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കും? ഇന്ന് നാം ആഘോഷിക്കുന്ന വേളയിൽ തിരുപ്പിറവിയുടെ ഓർമ്മ കേവലം പുൽക്കുടിലിൽ നിന്ന് മാറ്റി പുൽക്കുടിലിൽ കിടത്തപ്പെടുന്ന യേശുവിൻ്റെ ഉണ്ണി യേശുവിൻ്റെ ആ രൂപത്തിൽ നിന്ന് മാറി നമ്മുടെ ഹൃദയത്തിൽ വിരിച്ച പരവതാനിയിൽ അവനെ സ്വീകരിച്ചുകൊണ്ട്, അവനെ ആനയിച്ചുകൊണ്ട്, അവനെ ഉള്ളിലേക്ക് ക്ഷണിച്ചുകൊണ്ട്, ആ സന്ദേശവും വെളിച്ചവും നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു സന്ദേശമാണ് ക്രിസ്മസിൻ്റെ സന്ദേശം. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ തിരുപ്പിറവി നിങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ക്രിസ്മസ് ആയിട്ട് തീരുവാനായിട്ട് തീരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്താകുകയുള്ളൂ. അതിന് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ സഹപ്രവർത്തകർക്കും ഇടയാകട്ടെ എന്നുള്ള ആശംസയോടുകൂടെ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ നന്മകളും പുതുവത്സരത്തിൻ്റെ എല്ലാ ആശംസകളും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.